ഫെദർ ടച്ച് ഡിജിറ്റൽ മീഡിയയുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി സോണിയ മൽഹാർ. സോണിയ മൽഹാറിനെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയാസിൽ സോണിയ മൽഹാർ ഇന്ന് നിറഞ്ഞു നിൽക്കുന്നതായി ഞാൻ കാണുന്നു. സോണിയയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് മാത്രമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും തീർച്ചയായും അറിയാൻ ആഗ്രഹമുണ്ടാവും. ഒന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായിട്ടും. ഞാൻ സോണിയ മൽഹാർ, കൊല്ലം കടയ്ക്കൽ ചിതറ സ്വദേശിയാണ്. വിവാഹിതയും 2 കുട്ടികളുടെ അമ്മയുമാണ്. സിനിമയും ജീവകാരുണ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തിരുവനന്തപുരത്താണ് താമസം. ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് തെരുവിൽ അലയുന്ന മാനസിക രോഗികളെ പുനരധിവസിപ്പിക്കുക, അവർക്ക് ആഹാരം എത്തിക്കുക, വസ്ത്രം, മരുന്ന്, ഇത്തരം സംഭവങ്ങൾ എത്തിക്കുക. അങ്ങനെ. അപ്പം ഇതിനൊക്കെ ഒത്തിരി സാമ്പത്തിക ഇത് ആവശ്യമുള്ളതല്ലേ? തീർച്ചയായിട്ടും. അതൊക്കെ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഞാൻ ആദ്യമേ 9 വർഷമായി ഇത്തരം പ്രവൃത്തികൾ തുടങ്ങിയിട്ട്. അന്ന് ഇൻഷുറൻസ് ബിർള സൺ ലൈഫിലാണ് ഫസ്റ്റ് ജോലി നോക്കിയത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തികത്തിൻ്റെ 80%, 80% ഞാൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ചു. അതിനു വേണ്ടിയിട്ട് കൂടുതൽ എനിക്ക് നിരാലംബരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. അപ്പം നിങ്ങൾ സിനിമാ ഫീൽഡിലും ഇന്ന് വളരെ സജീവമാണ്. ഞാൻ എവിടേക്കോ നിങ്ങളുടെ സിനിമ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. അടുത്ത കാലത്ത് ഏതാണ് അഭിനയിച്ചത്? ലാസ്റ്റ് റിലീസായത് മരംകൊത്തി എന്ന സിനിമയിൽ ഞാൻ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. വേറെ ഏതൊക്കെ സിനിമയാണ്? അതിന് തൊട്ടു മുമ്പിൽ പ്രിയദർശൻ സാർ ഡയറക്ട് ചെയ്ത ഗീതാഞ്ജലി, ലാലേട്ടനൊപ്പം മോഹൻലാലിനൊപ്പം ഒരു റോള് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അതിന് തൊട്ടു മുമ്പേ ഫസ്റ്റ് മൂവി പുലിവാൽ പട്ടണമാണ്. ഫസ്റ്റ് ഞാൻ ഫേസ് ചെയ്യുന്ന വലിയ നടൻ ജഗതി ശ്രീകുമാർ, അദ്ദേഹമായിട്ടാണ് ഫസ്റ്റിന്റെ മൂവി പുലിവാൽ പട്ടണം. അപ്പം അങ്ങനെ ഏതാനും സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ പുതിയ പ്രോജക്റ്റുകള്, പുതിയത് ഇപ്പൊ നായികയായിട്ട് കാറ്റ് പറഞ്ഞ കഥ എന്ന് പറഞ്ഞിട്ട് പുതുമുഖങ്ങളെ വെച്ചൊരു സിനിമ നടക്കുകയാണ്. അതിൽ നായികയാണ്. കാറ്റ് പറഞ്ഞ കഥ. വെരി ഗുഡ്. ഡയറക്ടർ ശ്യാം ഗോപാൽ. ടെലി സീരിയൽ ഏതെങ്കിലും അഭിനയിച്ചു? സീരിയല് മഴവിൽ മനോരമയിൽ 2 സീരിയൽ ചെയ്തിരുന്നു. പിന്നെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് കുറച്ച് അധികം ചെയ്തിട്ടുണ്ടായിരുന്നു. ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് ഫസ്റ്റ് എൻട്രി വന്നത്. ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പോൾ നല്ലൊരു കലാകാരിയുമാണ്, അതേസമയം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനം തന്നെ എനിക്ക് കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് ചോദിക്കാനുള്ളത്, അപ്പം ഇതിന് സാമ്പത്തികം നിങ്ങൾക്ക് വേറെ എവിടെ നിന്നെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ സഹായിക്കുന്നുണ്ടോ? ഇപ്പോൾ ഞാൻ ഇത്രയും നാള് തനിച്ചുള്ള കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ എനിക്ക് എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് രോഗികളും ഡെയിലി വരുന്ന ഒരുപാട് കേസസ്, ക്യാൻസർ ആയിട്ടുള്ള ആൾക്കാർ, വിധവകളായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അവരെല്ലാം സഹായിക്കാൻ എൻ്റെ സാമ്പത്തിക സ്ഥിതി അനുവദിക്കാത്തൊരു സാഹചര്യമാണ്. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഒരു സ്ട്രോക്ക് പേഷ്യൻ്റാണ്, ഒരു വശം തളർന്ന് കിടപ്പാണ്. അത് കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ അച്ഛൻ 4 വർഷമായിട്ടൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. ഇപ്പോൾ 6 മാസമായി എൻ്റെ ഹസ്ബൻഡും ക്യാൻസർ പേഷ്യൻ്റാണ്. അപ്പോൾ വീട്ടിൽ തന്നെ 2 ക്യാൻസർ പേഷ്യൻ്റ് ഉള്ളപ്പോൾ അധിക സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര വലിയൊരു സിനിമ ഒന്നും അല്ല എനിക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്നത്. കിട്ടിയ പൈസ മുഴുവൻ സേവിങ്സ് ഇല്ലാതെ സമൂഹത്തിലേക്ക് ചെലവഴിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ സോഷ്യൽ മീഡിയ പോലെയുള്ള മാധ്യമങ്ങളിൽ എൻ്റെ അക്കൗണ്ട് നമ്പർ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്യേണ്ട ഒരു നിലപാടിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതിൽ തെറ്റില്ല, നല്ല കാര്യമാണ്. കാരണം ഇന്ന് ചാരിറ്റി ചെയ്യാൻ മനസ്സുള്ള, താല്പര്യമുള്ള ഒത്തിരി പേരുണ്ട്. പക്ഷേ അവർക്ക് പലർക്കും ഇതുപോലെ നേരിട്ട് ചെയ്യാൻ സാധിക്കാത്ത സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ അത്തരം ആൾക്കാർക്ക് സോണിയെ പോലെയുള്ള ആൾക്കാരുടെ ആ പ്രവർത്തനത്തിലേക്ക് സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും. ഞാൻ 9 വർഷമായിട്ട് ഇത് വളരെ ഹൈഡ് ചെയ്ത് തനിച്ച് എൻ്റെ വീട്ടുകാർ പോലും അധികം അറിയാത്ത രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താ പറയുക, കാരുണ്യ പ്രവർത്തനം പ്രചരിപ്പിക്കുക, ചാരിറ്റി മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കുക, നമ്മൾ ചെയ്യുന്ന നന്മയുടെ വശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. സാധാരണ ഒരു സ്ത്രീയാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഇത്രയും ചെയ്യാമെങ്കിൽ ഇവിടെ ധാരാളം ധനികർ താമസിക്കുന്ന ലോകമാണ്. അപ്പോൾ ധാരാളം പാവങ്ങളും കഷ്ടപ്പെടുന്നുണ്ട്. അവർക്കൊരു ഇൻസ്പിറേഷൻ, ഒരുപാട് പേർക്ക് കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു സ്റ്റെപ്പാണ് സോണിയ മൽഹാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോണിയയുടെ കുടുംബ പശ്ചാത്തലം ഒന്ന് പറയാമോ? കുടുംബം, എൻ്റെ ഫാദർ വിദേശത്തായിരുന്നു. 20 വർഷത്തോളം മസ്കറ്റിൽ ജോലി ചെയ്താണ് ഞങ്ങളെ വളർത്തിയത്. ഞങ്ങൾ 3 കുട്ടികളാണ്. അമ്മയുണ്ട്, മൂത്ത ചേട്ടനാണ്, പിന്നെ ഞാൻ, ഇളയതൊരു അനിയൻ, 2 ആങ്ങളമാരും ഞാനുമാണ്. മക്കള് ഇപ്പൊ മാരീഡ് ആണ്. എൻ്റെ കുട്ടികൾ ഒരാൾ +1 അദ്വൈത് എന്ന് വിളിക്കുന്ന കണ്ണൻ, അവൻ +2 കഴിഞ്ഞു. ഇപ്പോൾ
ഇളയ ആള് ആദിത്യ, പൊന്നുണ്ണി എന്ന് വിളിക്കുന്നു. അവൻ ഇപ്പോൾ 5th മക്കൾക്ക് പഠിക്കാൻ നല്ല സാധാരണ നോർമൽ കുട്ടികളാണ്. അവര് മലയാളം മീഡിയം സ്കൂളിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ മക്കളും അമ്മയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും എന്റെ കുട്ടികളാണ് എന്റെ ബലം. എന്റെ 18 വയസ്സായ മകനും 10 വയസ്സുകാരനുമാണ് എന്റെ ബലം. അവരാണ് എനിക്ക് തെരുവിൽ എനിക്കൊപ്പം ആഹാരപ്പൊതികൾ ചുമന്ന് എനിക്കൊപ്പം വരാറുണ്ട്. ക്യാൻസർ പേഷ്യന്റിന് വേണ്ടിയിട്ട് മെഡിസിൻ കൊടുക്കാനും എല്ലാ കാര്യത്തിനും RCCയിലൊക്കെ കുട്ടികൾ എന്നോടൊപ്പം വരാറുണ്ട്. വളരെ നല്ലൊരു ഉദ്ദേശം തന്നെയാണത്. കാരണം മക്കൾ ഇതെല്ലാം കണ്ടു പഠിക്കണം. തീർച്ചയായിട്ടും. കാരണം വളർന്നു വരുന്ന ആ യുവ തലമുറ ഇത്തരം ഫീൽഡിലേക്ക് ഇറങ്ങേണ്ടത് ഇന്നത്തെ കാലത്തിൻ്റെ ആവശ്യമാണ്. അപ്പോൾ അവരെ മാതാപിതാക്കൾ കൈപ്പിടിച്ച് ഇതുപോലെ നടത്തിച്ച് കാണിച്ചാൽ മാത്രമേ അവർ പഠിക്കുകയുള്ളൂ. അപ്പോൾ സോണിയ അതിലൂടെ നല്ലൊരു മെസ്സേജ് തന്നെയാണ് പബ്ലിക്കിനെ കൊടുക്കുന്നത്. വെരി ഗുഡ്. സോണിയയ്ക്ക് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം എവിടെ നിന്നാണ് കിട്ടിയത്? ഞാനും പലപ്പോഴും ആലോചിക്കാറുണ്ട്. പക്ഷെ ഞാൻ പുസ്തകങ്ങൾ കുറച്ച് മുതിർന്നതിന് ശേഷം 10ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോഴാണ് മദർ തെരേസയെ കുറിച്ച് അറിയുന്നത്. അതിനു മുമ്പായിട്ട് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ അന്ന് നമുക്കൊന്നും അറിയില്ല, പുസ്തകങ്ങളിലില്ല, വീട്ടിലാരും നമ്മളെ നന്മ ഇത്തരം കാര്യങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആരും പഠിപ്പിച്ചിട്ടില്ല. അവിടെ പോകരുത് ഇവിടെ പോകരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഞാനൊരു 7 വയസ്സ് മുതലുള്ള കാര്യങ്ങൾ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അന്നൊക്കെ നാടോടി സ്ത്രീകൾ ഡെയിലി ചെറിയ കുഞ്ഞുങ്ങളെയും കൊണ്ടുവരുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് ഞാൻ എൻ്റെ തന്നെ ഡ്രസ്സുകളും പുസ്തകങ്ങളും ഒക്കെ കൊടുക്കുകയും എൻ്റെ തന്നെ മേക്കപ്പ് സാധനം കൊണ്ട് ഈ കുഞ്ഞുങ്ങളെയൊക്കെ റെഡിയാക്കി കുളിപ്പിച്ച് കൊടുക്കുകയും ഈ സ്ത്രീകൾക്ക് അരിയും വീട്ടു സാധനവും അമ്മ അറിയാതെ കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്ക് ഒത്തിരി തല്ല് കിട്ടിയിട്ടുണ്ട്. എന്നെ മുഴുവൻ ഫുള്ള് ഈ മുഷിഞ്ഞ ഒരു സ്മെല്ലായിരിക്കും അമ്മ വരുമ്പോൾ, നന്നായിട്ട് കുളിപ്പിച്ച് നിർത്തിയിട്ട് പോയാലും. ഈ നാടോടി സ്ത്രീകളുടെ ഒരു ചുരുക്കും ഇതൊക്കെ ആയിരുന്നു. പക്ഷെ എനിക്ക് ആ മൂക്കളെ ഒലിപ്പിച്ച് വരുന്ന കുട്ടികളെ അന്ന് എടുക്കുന്നതിന് ഒരു മടിയില്ലായിരുന്നു. പിന്നീടാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഇതൊക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. സോണിയ പബ്ലിക്കിന് എന്ത് മെസ്സേജാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും അത് മെസ്സേജ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മനസ്സിലുള്ള ആശയം ഇതാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് സമ്പാദിക്കുന്നു, നമ്മുടെ എഡ്യൂക്കേഷൻ, ജോലി, നമ്മൾ സമ്പാദിക്കുന്ന അസറ്റ്സുകൾ മുഴുവൻ നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് എടുക്കുന്നതാണ്. നമ്മൾ എവിടെ നിന്നും കൊണ്ടുവരുന്നതല്ല, ഓരോ മനുഷ്യനും. അപ്പോൾ നമ്മൾ ഈ ലോകത്ത് എന്തൊക്കെ നേടിയാലും എന്തൊക്കെ വെട്ടിപ്പിടിച്ചാലും നമ്മൾ എന്തൊക്കെ സൊസൈറ്റിക്ക് തിരിച്ചു കൊടുക്കുന്നു, സമൂഹത്തിന് എന്ത് കൊടുക്കുന്നു. അപ്പോൾ കൊടുക്കാതിരുന്നാൽ അത് പാവമാണ്. അപ്പോൾ സാമ്പത്തികം കോടികൾ ഉണ്ടാക്കിയാലും അത് കെട്ടിവെച്ച് പോയിട്ട് യാതൊരു, കാരണം നമ്മൾ മരിച്ചു പോയാൽ ഇതൊന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ എത്രത്തോളം നമ്മൾ സമ്പാദിക്കുന്നു അത്രത്തോളം നമ്മൾ അനാഥർക്കും അഗതികൾക്കുമായിട്ട് നമ്മളത് വിട്ടുകൊടുക്കണം. വിട്ടുകൊടുക്കുമ്പോൾ മാത്രമേ നമ്മൾ മനുഷ്യരാകുന്നുള്ളൂ. അഗതികളെ സഹായിക്കുക, നിസ്സഹായരെ സഹായിക്കുക. വെരി ഗുഡ്. വളരെ നല്ലൊരു സന്ദേശമാണ് സോണിയ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന എല്ലാവർക്കും ഇതൊരു പ്രചോദനമാകട്ടെ. തന്നാലാവുന്നത് എല്ലാവരും ചെയ്യാൻ പരിശ്രമിക്കട്ടെ. അങ്ങനെ നല്ലൊരു സമൂഹത്തെ നമുക്ക് കെട്ടിപ്പടുത്താം. സോണിയ മൽഹാറിന് ഒത്തിരി നന്ദി. താങ്ക് യു.